സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ അല്ലേ. കണ്ണമ്മോന് ബാഗ് മേടിക്കാൻ വൈകിട്ട് ഒരു പർച്ചേസിങ്ങിനായിട്ട് റാന്നി ഇട്ടിയപ്പാറ ജംഗ്ഷനിലുള്ള ന്യൂ ബൂട്ട് പാലസ് എന്ന് പറഞ്ഞ കടയിലെത്തി. ഞങ്ങൾ ചെന്ന പാടെ തന്നെ അവിടുത്തെ കടയിലെ ചേട്ടന് ബാഗ് സെക്ഷനിലോട്ട് ഞങ്ങളെ കൊണ്ടുവന്നു. നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ബാഗിൻ്റെ. അപ്പോൾ ആദ്യം എടുത്ത ബാഗിന് 1300 രൂപ, ആവശ്യത്തിന് ഡിസ്കൗണ്ടൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുക്കിന് ഒതുങ്ങുന്ന ഒരു ബാഗൊക്കെ എടുത്തു. കണ്ണമ്മോനും ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് അടുത്ത കുട വേണം, കുപ്പി വേണം. അപ്പോൾ ചേട്ടനോട് പറഞ്ഞ് അടുത്ത സെക്ഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കുട എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കുട കണ്ണമ്മോന് ഇഷ്ടമുള്ള, എനിക്ക് തോന്നുന്നു കണ്ണമ്മോനല്ലേ നീതുവാന്ന് തോന്നുന്നു കുട സെലക്ട് ചെയ്തത്. നല്ലൊരു കുടയൊക്കെ എടുത്ത് കഴിഞ്ഞ് അടുത്ത ഇനി കുപ്പി എടുക്കണം. കുപ്പിയും എടുക്കാൻ വേണ്ടിയിട്ട് കുപ്പിയൊക്കെ എടുത്ത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കടയുടെ അകമെന്ന് പറഞ്ഞാൽ. സ്റ്റാഫൊക്കെയാണ് നല്ല പെരുമാറ്റമാണ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അതിലേറെ നമുക്ക് ആവശ്യമായ ഡിസ്കൗണ്ട് വെച്ച് തരുന്നുണ്ട്. അപ്പോൾ കേശു ഈ സമയം കൊണ്ട് അവിടെ എല്ലാം ഓടി നടക്കുക കേട്ടോ. അപ്പം ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് കടയ്ക്കകത്തൂടെ എല്ലാം ഓടി നടക്കുക. ആണ്ടാ അങ്ങ് ഓടി നടക്കുക. അവൻ എന്ത് എടുക്കണമെന്നറിയത്തില്ല. എല്ലാത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി അങ്ങ് പോവുകയാണേ. അന്നകത്ത് നിലത്ത് പോയിരുന്ന് അവിടുന്ന് ഇപ്പം ഞാൻ പിടിക്കാൻ ചെല്ലുമ്പോൾ അപ്പുറത്തൂടെ വരും ഇപ്പുറത്തൂടെ വരും, അങ്ങനെ ഓട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും. കണ്ട ഇത് ലാസ്റ്റ് ഒരു ഇതൊക്കെ അത്യാവശ്യമൊക്കെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ബിൽ സെക്ഷനിലെത്തി. ചേട്ടൻ നമുക്ക് ആവശ്യമായ ഡിസ്കൗണ്ടൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞ് ഈ സമയം കൊണ്ട് കേശുക്കുട്ടൻ അവിടുന്ന് ഒരു ട്രോളി ബാഗൊക്കെ എടുത്ത്, ട്രോളി ബാഗ് നമുക്കൊരെണ്ണം വേണം, അത് അവനും മനസ്സിലാക്കിയെന്ന് തോന്നും. ഇനി എന്തായാലും അടുത്ത തവണയാവും. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ റാന്നിയിലൊക്കെ നിങ്ങൾ സ്കൂൾ ഐറ്റംസ് മേടിക്കാൻ വരുവാണെങ്കിൽ, ബാഗോ വല്ലതും മേടിക്കാനോ കുടയോ അത്യാവശ്യം എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ റാന്നിയിലുള്ള ബൂട്ട് പാലസ്, ന്യൂ ബൂട്ട് പാലസ് എന്ന് പറഞ്ഞ ബൂട്ട് പാലസ് കേട്ടോ കട, റാന്നി ഇട്ടിയപ്പാറ ജംഗ്ഷൻ. അപ്പോൾ ഞങ്ങൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങുകയാണ്.